എന്താണ് ടാക്സ്, എന്താണ് GST? നമ്മുടെ ഡെയിലി ലൈഫിൽ ടാക്സ് കൊടുക്കാത്ത ഒരു ഡേ പോലും ഉണ്ടാകില്ല അല്ലെ. പർച്ചേസോ സെയിൽസോ പെട്രോൾ പമ്പിലോ എന്തിന് നമ്മൾ ഫുഡ് പുറത്തുനിന്ന് കഴിച്ചാൽ വരെ ടാക്സ് കൊടുക്കുന്നുണ്ട്. സോ ഇനി ടാക്സിനെ കുറിച്ചും GSTനെ കുറിച്ചുമുള്ള എല്ലാ ഡൗട്ട്സും ക്ലിയർ ചെയ്യാനായിട്ട് ഇതാ വി ആർ സ്റ്റാർട്ടിംഗ് എ ന്യൂ സീരീസ് ടാക്സ് ടോക്സ്. And welcome to the first chapter, GST. ഹായ് ഹലോ, മൈസെൽഫ് മുഹമ്മദ് അഷ്ഫാഖ്, ലീഡ് മെന്റർ അറ്റ് എൻട്രി കോമേഴ്സ്. എന്താണ് ടാക്സ്? ഒരു രാജ്യത്തെ ജനങ്ങളുടെ കയ്യിൽ നിന്നും ഗവൺമെന്റ് ഈടാക്കുന്ന ഒരു സോർട്ട് ഓഫ് സർവീസ് ചാർജ് ആണ് എന്ത് ടാക്സ് എന്ന് പറയാം. അതായത് ഗവൺമെന്റ് നമുക്ക് കുറെ സർവീസും ഇതെല്ലാം തരുന്നുണ്ട്. സോ അവര് നമ്മുടെ അടുത്ത് നിന്ന് ഒരു എമൗണ്ട് കളക്ട് ചെയ്യുന്നതിനാണ് ടാക്സ് എന്ന് പറയാം. ഇനി ഈ GST വരുന്നതിന് മുമ്പ് നമുക്ക് ടാക്സ് എങ്ങനെയായിരുന്നു എന്നുള്ളത് ജസ്റ്റ് ഒന്ന് സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. അതായത് ഓൾഡ് ടാക്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ഡയറക്റ്റ് ടാക്സും ഇൻഡയറക്റ്റ് ടാക്സും ആണ് ഉണ്ടായിരുന്നത്. ഈ ഡയറക്റ്റ് ടാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഗവൺമെന്റിന് ഡയറക്റ്റ് ആയിട്ട് ടാക്സ് സൈറ്റിൽ കയറി പേയ്മെന്റ് ചെയ്യാം. അതിന്റെ എക്സാമ്പിൾസ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് ഇൻകം ടാക്സ് ഉണ്ടായിരുന്നു, കോർപ്പറേറ്റ് ടാക്സ് ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് ഉണ്ടായിരുന്നു. ഇനി ഇൻഡയറക്റ്റ് ടാക്സ് ഉണ്ടായിരുന്നു. അതായത് നമ്മൾ ഗുഡ്സോ സർവീസോ പർച്ചേസോ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന ടൈമിൽ നമ്മൾ അറിയാണ്ട് തന്നെ നമ്മൾ കുറച്ച് ടാക്സ് എമൗണ്ട് നമ്മൾ ഗവൺമെന്റിന് കൊടുക്കുന്നുണ്ട്. സോ അതിനെയാണ് എന്ത് പറയാ, ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ സർവീസ് ടാക്സ്, എക്സൈസ് ഡ്യൂട്ടി, കസ്റ്റംസ് ഡ്യൂട്ടി, ഇനി വാറ്റ്, വാല്യൂ ആഡഡ് ടാക്സ്, ഇങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ. സോ ഇതായിരുന്നു നമുക്ക് ആദ്യം ഉണ്ടായിരുന്ന ടാക്സിന്റെ ഒരു ഇതെന്ന് പറയാം. സോ ഇത് നമുക്കിപ്പോൾ മാറി GSTയിലേക്ക് വന്നിട്ടുണ്ട്. സോ GST എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. അതാണ് GSTയുടെ ഫുൾ ഫോം. 2017 ജൂലൈ 1 GST നിലവിൽ വന്നത്. ഈ GST നിലവിൽ വരാനായിട്ടുള്ള ശരിക്കും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ഗുഡ്സോ സർവീസോ പർച്ചേസ് ചെയ്യുന്ന ടൈമിൽ നമുക്ക് കുറെ ടാക്സസ് അടക്കേണ്ട വന്നായിരുന്നു. അതായത് മാനുഫാക്ചറിംഗ് ടാക്സ്, റീറ്റെയിൽ ടാക്സ്, ഹോൾസെയിൽ, അങ്ങനെയുള്ള കുറെ ടാക്സസ് വന്നായിരുന്നു. സോ ഈ ഗവൺമെന്റ് എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഗുഡ്സിന് ഒരു ടാക്സ് എന്നുള്ള രീതിക്കാണ് വന്നത്. അതായത് ഒരു ഗുഡ്സോ ഒരു സർവീസോ അതിന് വേണ്ടിയിട്ട് ഒരു ടാക്സ് മതി, GST മാത്രം മതി. സോ ഈ GSTനെ തന്നെ നമ്മൾ 4 ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. CGST, SGST, IGST ആൻഡ് UTGST. നമുക്ക് ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. CGST എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൻട്രൽ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ പർച്ചേസോ സെയിൽസോ സർവീസോ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ സെൻട്രൽ ഗവൺമെന്റിന് കൊടുക്കുന്ന ടാക്സ് ആണ് എന്ത് പറയാം, CGST എന്ന് പറയാം. ഇനി SGST ആണെങ്കിലോ സ്റ്റേറ്റ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. അത് നമ്മൾ സ്റ്റേറ്റ് ഗവൺമെന്റിന്, നമുക്ക് സെൻട്രൽ ഗവൺമെന്റ് ഉണ്ട്, സ്റ്റേറ്റ് ഗവൺമെന്റ് ഉണ്ട് അല്ലേ. സോ സെൻട്രൽ ഗവൺമെന്റിന് കൊടുക്കുന്നതാണ് CGST, സ്റ്റേറ്റ് ഗവൺമെന്റിന് കൊടുക്കുന്നതാണ് SGST. CGSTയും SGST എപ്പോഴും ഒരുമിച്ച് വരാം. അതായത് നമ്മളിപ്പോ ഒരു സ്റ്റേറ്റിന്റെ ഉള്ളിൽ വെച്ച് തന്നെ, അതായത് ഞാനിപ്പോ കേരളത്തിലാണ്. സോ ഈ കേരളത്തിന്റെ ഉള്ളിൽ വെച്ച് തന്നെ ഞാനിപ്പോ ഒരു ഗുഡ്സ് പർച്ചേസോ സെയിൽസോ അല്ലെങ്കിൽ സർവീസോ ആയിക്കോട്ടെ എന്ത് ചെയ്താലും ഞാൻ അവിടെ GST കൊടുക്കും. ഈ GST കാണിക്കുന്നത് CGST ഇത്ര പെർസെന്റേജ്, SGST ഇത്ര പെർസെന്റേജ് എന്നായിരിക്കും. നമുക്കൊരു എക്സാമ്പിൾ ഇട്ട് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഒരു 80% ടാക്സ് എന്നുണ്ടെങ്കിൽ 9% CGSTക്കും 9% SGSTക്ക് പോകും. ഇനി എമൗണ്ട് വെച്ച് നോക്കുകയാണ്, ഞാൻ ഒരു 1000 രൂപയുടെ ഗുഡ്സ് പർച്ചേസ് ചെയ്തു, എനിക്ക് അവിടെ 100 രൂപയാണ് ടാക്സ് വന്നത്. അപ്പൊ അവിടെ എങ്ങനെയായിരിക്കും വരാം, 100 രൂപയാണ് ടാക്സ് വന്നതെന്നുണ്ടെങ്കിൽ അവിടെ എന്ത് പറ്റും, 50 രൂപ സെൻട്രൽ ഗവൺമെന്റിനും 50 രൂപ സ്റ്റേറ്റ് ഗവൺമെന്റിനും കൊടുക്കും. അതിന് ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് സ്റ്റേറ്റ് ഗവൺമെന്റിനും സെൻട്രൽ ഗവൺമെന്റിനും വേണ്ടി കൊടുക്കും. സോ ഇതാണ് CGST, SGST എന്ന് പറയുന്നത്. ഇത് GST തന്നെയാണ്, അതിനെ രണ്ടെണ്ണമായിട്ട് ക്ലാസിഫൈ ചെയ്തു. ഇനി അടുത്തത് വന്നതാണ് IGST, ഇന്റഗ്രേറ്റഡ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. ഇത് എപ്പോഴാണ് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു സ്റ്റേറ്റിന്റെ ഉള്ളിൽ വെച്ച് തന്നെ അല്ല, ഇന്റർ സ്റ്റേറ്റ് വരികയാണെന്നുണ്ടെങ്കിൽ, അതായത് ഞാൻ ഇപ്പോൾ കേരളത്തിൽ വെച്ച് തന്നെ തമിഴ്നാട്ടിൽ നിന്ന് ഞാനൊരു ഗുഡ്സ് പർച്ചേസ് ചെയ്ത്, അല്ലെങ്കിൽ കർണാടകയിൽ വേറെ ഏത് സ്റ്റേറ്റിൽ നിന്ന് ഞാനിപ്പോൾ ഗുഡ്സ് പർച്ചേസോ സെയിൽസോ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അവിടെ കൊടുക്കുന്ന ടാക്സ് ഏതാണ്, IGST ആയിരിക്കും. CGST SGST അല്ല, അവിടെ IGST വരാം. അതായത് ഇന്റഗ്രേറ്റഡ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. അത് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് എങ്ങോട്ടാണ് കൊടുക്കുന്നത്, സെൻട്രൽ ഗവൺമെന്റിനെ കൊടുക്കുന്നത്. ആ സെൻട്രൽ ഗവൺമെന്റ് ആയിരിക്കും പിന്നെ അത് തിരിച്ച് സ്റ്റേറ്റ് ഗവൺമെന്റിനൊക്കെ കൊടുക്കുന്നത്. സോ ഇതാണ് IGST എന്ന് പറയുന്നത്. ഇനി നാലാമത്തെയാണ് UTGST. ഈ UTGST എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂണിയൻ ടെറിട്ടറി ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് എന്ന് പറയും. നമ്മുടെ ഇന്ത്യയിൽ നമുക്ക് കുറെ യൂണിയൻ ടെറിട്ടറീസ് ഉണ്ട്. അതായത് ആൻഡമാൻ നിക്കോബാർ, പിന്നെ ലക്ഷദ്വീപ്, പിന്നെ ജമ്മു കാശ്മീർ, ഇതൊക്കെ യൂണിയൻ ടെറിട്ടറീസ് ആണ്, സാധാ സ്റ്റേറ്റ് പോലെയല്ല. സോ അവിടെ വരുന്ന ടാക്സിനെ പറയുന്നതാണ് UTGST എന്ന് പറയുന്നത്. നമുക്ക് വരുന്ന 4 ടൈപ്സ് ഓഫ് ടാക്സസ് പഠിച്ചു. GST ടാക്സസ് പഠിച്ചു, CGST, SGST, IGST ആൻഡ് UTGST. ഇനി നമുക്ക് ഈ ടാക്സിന് തന്നെ കുറെ പെർസെന്റേജ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇത് എന്തിന്റെ ബേസിലാണ് ഡിവൈഡ് ചെയ്തതെന്ന് വെച്ചാൽ നമുക്ക് ഓരോ പ്രൊഡക്റ്റ് വൈസും ഓരോ സർവീസ് വൈസും അങ്ങനെ നമുക്ക് ഓരോ പെർസെന്റേജ് വൈസ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് മെയിൻ ആയിട്ട് വരുന്ന പെർസെന്റേജസ് 0%, 5%, 12%, 18 ആൻഡ് 28%. ഇത് ഓരോന്നിനും എന്തിനാ വരണേന്ന് നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം. ഫസ്റ്റ് വരുന്നതാണ് 0%. അത് നമുക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. 0% ഏതൊക്കെ ഐറ്റംസിനാണ് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിൻ ആയിട്ട് നമ്മൾ ഈ അൺപാക്ഡ് ഫുഡ്സ് ഇല്ലേ, നമ്മളിപ്പോ കടയിൽ ചെന്ന് പഴം വാങ്ങിച്ചു, ഫ്രൂട്ട്സ് വാങ്ങിച്ചു, അതിനൊന്നും നമ്മൾ ടാക്സ് കൊടുക്കുന്നില്ല. സോ അതാണ് 0%ന് വരാം. ഇനി അടുത്തതാണ് 5%. അതുകൂടെ കൊടുത്തിട്ടുണ്ട്. 5% നമ്മളിവിടെ ഡെയിലി യൂസിങ് പ്രോഡക്ട്സ്, അതായത് നമ്മളിപ്പോ ടൂത്ത് പേസ്റ്റ് അങ്ങനത്തെ ഉള്ള ഐറ്റംസിനൊക്കെയാണ് നമുക്ക് 5% ടാക്സ് വരാം. ഇനി മെയിൻ ആയിട്ട് നമ്മൾ എപ്പോഴും കാണുന്നതാണ് 12% ആൻഡ് 18%. അത് കോമൺലി യൂസ്ഡ് പ്രോഡക്ട്സിനാണ് വരാം. അതും നമുക്ക് ഇവിടെ സൈഡിൽ ഇവിടെ കാണാം. ഇനി അടുത്തത് വന്നതാണ് ലാസ്റ്റത്തെയാണ് 28%. ഇത് ലക്ഷറി പ്രോഡക്ട്സിനാണ്. സോ ഈ ലക്ഷറി ആയിട്ട് നമ്മൾ കുറെ കാര്യങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, സർവീസോ പർച്ചേസോ ഒക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വന്നതായിരിക്കും 28%. സോ അതാണ് നമുക്ക് ലാസ്റ്റത്തെ ടാക്സ് പെർസെന്റേജ് ആയിട്ട് വരുന്നത്. 0%, 5%, 12, 18 ആൻഡ് 28%. ഇത്രയും പെർസെന്റേജസ് ആണ് നമുക്ക് വരുന്നത്. ഒരു കമ്പനി GST രജിസ്റ്റർ ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്തൊക്കെയാണ് നോക്കേണ്ടതെന്ന് നോക്കാം. മിനിമം ഒരു 20
lakhs ടേൺ ഓവർ ഇയറിൽ ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് അവിടെ ഒരു കമ്പനി നമുക്ക് എന്ത് ചെയ്താൽ മതി, GST രജിസ്ട്രേഷൻ ചെയ്ത് GST ID ഒക്കെ വാങ്ങിച്ചാൽ മതി. മിനിമം 20 lakhs ഉണ്ടെങ്കിൽ, അതിന് കുറവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റും. ഞാൻ അതിന്റെ എബോവ് ആണെന്നുണ്ടെങ്കിൽ എന്തായാലും 20 lakhs ടേൺ ഓവർ ഉണ്ടെങ്കിൽ നമുക്ക് എന്തായാലും അത് ചെയ്യണം വരും. ഇനി എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് ഒരു GST രജിസ്ട്രേഷൻ ചെയ്യുന്ന ടൈമിൽ കമ്പനി കൊടുക്കേണ്ടതെന്നുള്ളത്. ഫസ്റ്റ് വൺ ആണ് പാൻ കാർഡ്. അത് ഇപ്പോൾ ഓണറിന്റെ പാൻ കാർഡ് കൊടുക്കേണ്ടി വരും. സെക്കൻഡ് വൺ ആണ് പ്രൂഫ് ഓഫ് ബിസിനസ് രജിസ്ട്രേഷൻ. നമ്മളിപ്പോൾ ബിസിനസ് രജിസ്റ്റർ ചെയ്തേക്കണതിന്റെ പ്രൂഫ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് സബ്മിറ്റ് ചെയ്യേണ്ടി വരും. പിന്നെ പ്രൂഫ് ഓഫ് ഐഡന്റിറ്റി കൊടുക്കേണ്ടി വരും. തേർഡ് വൺ ആണ് പ്രൂഫ് ഓഫ് ഐഡന്റിറ്റി. ദെൻ ഫോർത്ത് വൺ ആണ് ഫോട്ടോഗ്രാഫ്സ് നമ്മൾ കൊടുക്കേണ്ടി വരും. ഓണേഴ്സിന്റെ ഫോട്ടോഗ്രാഫ്സ് നമ്മൾ കൊടുക്കേണ്ടി വരും. പിന്നെ ഫിഫ്ത്ത് വൺ ആണ് അഡ്രസ് പ്രൂഫ് ഓഫ് പേഴ്സൺ ഇൻ ചാർജ്. നമ്മുടെ കമ്പനിയുടെ ആരാണോ ചാർജിൽ നിൽക്കുന്നത് അയാളുടെ അഡ്രസ് പ്രൂഫ് കൊടുക്കണം. ദെൻ സിക്സ്ത് വൺ ആണ് ബിസിനസിന്റെ അഡ്രസ് പ്രൂഫ് കൊടുക്കണം. ദെൻ ലാസ്റ്റ് വൺ ബാങ്ക് അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ്. അതിപ്പോൾ നിങ്ങളുടെ കമ്പനിയുടെ ബാങ്ക് അക്കൗണ്ടിന്റെ സ്റ്റേറ്റ്മെന്റ്സ് നമ്മൾ അവിടെ കൊടുക്കേണ്ടതായിട്ട് വരും. നമുക്ക് ടേൺ ഓവർ ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി ബാങ്ക് അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ് എന്തായാലും കൊടുക്കേണ്ടി വരും. ഇത്തരം ഈ 7 ഐറ്റംസ് ആണ് നമ്മൾ ഒരു GST ഫയൽ ചെയ്യുന്ന ടൈമിൽ, GST രജിസ്ട്രേഷൻ ചെയ്യുന്ന ടൈമിൽ, ഒരു കമ്പനിയുടെ പേരിൽ രജിസ്ട്രേഷൻ ചെയ്യുന്ന ടൈമിൽ നമ്മൾ മെയിൻ ആയിട്ട് നോക്കേണ്ടത്. സോ GSTനെ കുറിച്ചുള്ള ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും നമ്മൾ നോക്കിയല്ലേ. GST എത്രയൊക്കെ ടൈപ്പ് ഉണ്ട്, എത്ര പെർസെന്റേജ് ഉണ്ട്, എങ്ങനെ നമുക്ക് GST രജിസ്റ്റർ ചെയ്യാനായിട്ടുള്ള എന്തൊക്കെ ഡോക്യുമെന്റ്സ് വേണം എന്നൊക്കെ ഉള്ളത്. സോ ഇതാണ് നമുക്ക് മെയിൻ ആയിട്ട് ടാക്സും GSTനെ കുറിച്ച് പറയാനുള്ളത്. സോ ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ടാക്സിനെ കുറിച്ചോ GSTനെ കുറിച്ചോ വേറെ എന്തെങ്കിലും റിലേറ്റഡ് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ ഒന്ന് ഇട്ടാൽ മതി. സോ നമുക്ക് ഇനി അടുത്ത ചാപ്റ്ററുമായിട്ട് നമുക്ക് നെക്സ്റ്റ് ക്ലാസ് കാണാം. താങ്ക് യു.